അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. സോ നമ്മൾ ഗിവ് അവേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അങ്ങോട്ടേക്കുള്ള 10 ദിവസത്തെ കമൻറ്റ് കേട്ടോ. 10-ാം തീയതി വരേക്കുള്ള കമൻറ്റിൽ വീഡിയോക്ക് നിങ്ങളിടുന്ന കമൻറ്റിൽ നിന്നാണ് നമ്മൾ കമൻറ്റ് പിക്ക് ചെയ്യുന്നത്, ഗിവ് അവേക്ക് അർഹമായിട്ടുള്ള കമൻറ്റ്. സോ നിങ്ങൾ എന്താണ് വീഡിയോ കണ്ടിട്ടുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, എന്താ മനസ്സിലായെന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ബെറ്റർ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നല്ലൊരു കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇൻഷാല്ലാ 2000 റുപ്പീസാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമ്മാനം. ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നൂറ ചോദിച്ചിട്ടുള്ള ഒരു Q&A ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള റെഗുലർ ബേസിസ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഓൺ എ റെഗുലർ ബേസിസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആസ് എ ഹ്യൂമൻ എംപവർമെൻറ്റ് എക്സ്പേർട്ട്, അതേപോലെ ആസ് എൻ ഓൺട്രപ്രണർ, അതേപോലെ ആസ് എ ഹൗസ് വൈഫ്, ആസ് എ മോം, ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ മെൻറ്റർ, ആസ് എൻ ഇൻഫ്ലുവൻസർ, ഞാൻ എങ്ങനെയാണ് എൻ്റെ സമയം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയത് കാരണം കൊണ്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ 24 മണിക്കൂറിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തരികയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാം. അത്ര വലിയൊരു ടോപ്പിക്കാണ് ടൈം മാനേജ്മെൻറ്റ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ടൈമിനെ ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് കിടക്കണേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരൊറ്റ സാധനമുള്ള 6 മണിക്കൂർ ഉറക്കം. ഈ 6 മണിക്കൂറെങ്കിലും ഏറ്റവും മിനിമം ഞാൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 4 ദിവസം ബെഡിനകത്ത് പൊതച്ച് മൂടി കിടന്നാലും എൻ്റെ ക്ഷീണം മാറില്ല. എനിക്ക് പിറ്റേ ദിവസം തലവേദന വരും, എന്താ പറയുക, കുഴച്ചിൽ വരും, ക്ഷീണം വരും. ഒരാളെ കണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ പോലെ എൻ്റെ അടുത്ത് ചോദിക്കും എന്തേ വയ്യ, അത്രയും എൻ്റെ മുഖം തന്നെ എടുത്ത് കാണിച്ചു തരും എനിക്ക് എന്തോ ഒരു അസുഖമുള്ളതുപോലെ. അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് ഉറക്കം ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇനി എൻ്റെ ഡെയിലി റുട്ടീനിലോട്ട് വരാം. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ടൈമിനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒരു 3-4 സെക്ഷനായിട്ട് ഞാൻ എൻ്റെ ടൈമിനെ ബ്ലോക്ക് ചെയ്യും. അതേപോലെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഞാൻ കിച്ചണിലാണെങ്കിൽ കിച്ചണിനകത്ത് എനിക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലികളെ ഞാനൊരു പെയറാക്കി വെക്കും. അതായത് ചോറിന് അരിയിടൽ, ചായ വെക്കൽ, അതേപോലെ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി കുക്ക് ചെയ്യൽ, പാത്രം കഴുകൽ, ഇത് 4ഉം എനിക്ക് അറ്റ് എ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇഡ്ഡലിനെ മാവ് കയറ്റി നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു അടുപ്പിൽ നമ്മൾ ചോറും വെച്ച് ഒരടുപ്പിൽ നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പാത്രം കഴുകലും കൂടെ അവിടെ നടക്കും. ഇതേ സമയത്ത് തന്നെ എൻ്റെ വെള്ളം നിറക്കൽ നടക്കും രാവിലെ തന്നെ. സോ ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റെ കുളി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തഹജ്ജുദിന് മുന്നേ ആണ് മിക്കവാറും ഞാൻ കുളിക്കുക. ഒരു 90% ആ ഒരു സമയത്താണ് കുളിക്കാൻ പ്രിഫർ ചെയ്യുക. അതല്ലെങ്കിലും അത് രാവിലെ ആ സമയം കുളിക്കും, വൈകുന്നേരത്ത് മേലെഴുകും, അങ്ങനെയാണ് പതിവുള്ളത്. പിന്നെ ഇടയ്ക്ക് ഒരു ശീലമുള്ളത്, പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോയിട്ട് ഞാൻ മേലെഴുകും കേട്ടോ. മേലെഴുകൽ കൂടെ നടക്കും. തല ഒരു തവണ മാത്രമേ കഴുകുള്ളൂ. മടിച്ചാണ് ആ കാര്യത്തിൽ. ഹെയർ ഡെയിലി വാഷ് ചെയ്യുന്നത് നല്ലതല്ല. പോരാന്നിട്ട് എനിക്ക് നീരിറക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്, ഞാനത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞേ, കുളി കാര്യങ്ങളൊക്കെ അതവിടെ കഴിയും. രാവിലെ എങ്ങനെ എണീറ്റാലും ഒരു 5:45 വരെ ഞാൻ ബിസി ആയിരിക്കും. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5:45 വരെ എൻ്റെ പ്രയർ ടൈമാണ്. 5:45 to 6 അല്ലെങ്കിൽ ഒരു 6:15 വരെ മീ ടൈമാണ്. ഈ ഒരു മീ ടൈമിനകത്താണ് എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റുട്ടീൻ, അതേപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്ന് മേല് കഴുകാറാണ് പതിവിട്ട്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ആ വേർപ്പ് വറ്റിയ ഉടനെ പോയിട്ട് കുളിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അൽഹംദുലില്ലാ ഇതുവരെ എനിക്ക് ബോഡി ആക്നെ വന്നിട്ടില്ല. ഓക്കെ. പിന്നെ അതിനിപ്പോൾ കുളി കഴിഞ്ഞിട്ട് വേർക്കണോണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അഴുക്കില്ലാഞ്ഞിട്ടല്ലേ വേർക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ബോഡി ആക്നെ വരാത്തത്. ചിലർ നിങ്ങളങ്ങനെ അഴുക്കോട് കൂടെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് വേർപ്പൊന്ന് വറ്റുന്ന സമയത്ത് നിങ്ങൾ പോയി കുളിക്കുക കേട്ടോ, അല്ലെങ്കിൽ ബോഡി ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അയ്യോ, എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ കുക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പക്ഷേ വീട്ടിൽ വന്നിട്ടാണ് സ്ക്രാപ്പ് പിരിക്കുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഇതെൻ്റെ ഒരു നെഗറ്റീവ് കൂടെയാണ്. സാധാരണ നമ്മൾ നെഗറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, പക്ഷെ എന്നാലും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ വലിയ സംഭവമാണ് നിങ്ങൾ കരുതരുത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ടാണ് സ്ക്രാപ്പ് പിരിക്കുക. അതായത് ആൾക്ക് ആക്രി കച്ചവടമാണല്ലോ, അപ്പോൾ ആൾ ഇവിടെ നിന്ന് പിരിക്കുക. അപ്പോൾ മിക്കവാറും വീട്ടിന് ഫ്രണ്ടിലകത്ത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ വൃത്തിയാക്കി വരുമ്പോഴേക്കും അകത്തും ഉണ്ടാവും. അതേപോലെ പുറത്തത്തെ ആക്രി പകുതി 2 പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ, പകുതി സാധനം വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് രാവിലെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം എൻ്റെ സമയം അത്രയും പോവുകയും ചെയ്യും. കുട്ടികളും കെട്ടിയാലും പോകുമ്പോഴേക്കും വീണ്ടും വീട് പുഴിക്കുകയും ചെയ്യും, അതായത് നാശാവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ തന്നെ ക്ലീനിങ്ങിന് നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഒരാളൊരു 10 മണിക്ക് 11 മണിക്കൊക്കെ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ പടച്ചോൻ ഇതെന്താ ഭാർഗവി നിലയോ എന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ഞാൻ ഒരിക്കലും ആ ഒരു ടൈമല്ല എൻ്റെ ക്ലീനിങ് ടൈമായിട്ട് എടുക്കാറുള്ളത്. മുന്നേക്ക് അങ്ങനെ ആയിരുന്നു. കാരണം എനിക്ക്
ഇങ്ങനത്തെ വേറെ പണികളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അരികും മുക്കും കോർണറും താഴെയും എല്ലാവരുടെയും വൃത്തിയായിട്ട് കിടക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ എൻ്റെ ടൈമിനെ എൻ്റെ സമയത്തെ ഞാൻ മണിയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ 1 മണിക്കൂറിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാരണം ഇത് യൂസ് ഇല്ലാത്ത, അതായത് എൻ്റെ വീട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് അപ്പോൾ ഒരു യൂസ് ഇല്ലാത്ത വർക്കാണ്. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ എടുത്ത് എൻ്റെ വീട് ക്ലീൻ ചെയ്ത് വീണ്ടും ഒരു അരമണിക്കൂർ കൊണ്ട് മക്കളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പണികൾ, അതേപോലെ വാഷ് ചെയ്യുന്നത് ഞാൻ ഡെയിലി വാഷ് ചെയ്യില്ല. ഒന്നരാടാണ് വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഒന്നരാടോ അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുള്ളൂ. അതേപോലെ തുടയ്ക്കുന്നത് ഡെയിലി തുടയ്ക്കൽ അത്രയും മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡെയിലി തുടയ്ക്കുള്ളൂ. അല്ലെങ്കിൽ പിള്ളേർ വരുന്നത് വരെ വീടിന് ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡെയിലി അങ്ങനെ തുടയ്ക്കാൻ നിൽക്കാറില്ല. മക്കളെ വീട്ടിലുള്ള ദിവസം തീരെയും തുടക്കില്ല, അടിച്ചു വാരിയുടെ ചെയ്യുള്ളൂ കേട്ടോ. കാരണം തുടച്ച പാടെ തന്നെ ഇവർ ഇങ്ങനെ ചളി ചവിട്ടി കയറുന്നതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് കാലിൻ്റെ പാദം അങ്ങനെ നിൽക്കും. അപ്പോൾ വീടെന്ന് പറയുന്നതിൻ്റെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് നടന്ന് പോകേണ്ടുന്ന ഒരു സാധനം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ടൈം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ അതുകൊണ്ടാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ അടുക്കി പെറുക്കി വെച്ചൊരു സാധനം താഴോട്ട് ആരെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അവരതിൽ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. മക്കളെന്തെങ്കിലും ഒക്കെ ചളി ചവിട്ടി കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പാർട്ട്നേഴ്സ് എന്തെങ്കിലുമൊക്കെ മെസ്സി ആക്കിയുമ്പോൾ നമുക്കൊക്കെ ചില വീട്ടമ്മമാർക്കൊക്കെ ദേഷ്യം വരും. പക്ഷേ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ആ പേഴ്സ്പെക്റ്റീവ് ഞാൻ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ വീടൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ ആ സമയത്ത് എൻ്റെ മക്കൾ കംഫർട്ടല്ല, എൻ്റെ ഹസ്ബൻഡ് കംഫർട്ടല്ല. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ മാത്രം കംഫർട്ട് സ്പേസ് ആയിട്ട് മാറുന്നൊരവസ്ഥ അത് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എൻ്റെ വീട്, അത് നമ്മുടെ വീടാണല്ലോ. എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്, എൻ്റെ മക്കളുടെ വീടാണ്. അതിന് എൻ്റെ ഉമ്മ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുടെ വീടാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന പൂച്ചക്കുട്ടറ വരെ വീടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എല്ലാവർക്കും എല്ലാവർക്കും താമസിക്കാൻ കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല. മോൻ്റെ റൂം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ റൂം അവൻ എങ്ങനെ മെസ്സി ആക്കി ഇടുകയാണെങ്കിലും അതിനെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ മെസ്സി ആക്കി ഇടണ്ടോ, നിനക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കുന്നുള്ളത്. പക്ഷേ ഐ നെവർ ഫോഴ്സ് എനിവൺ. ഇപ്പോൾ മക്കൾ ചളി ചവിട്ടി കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, പൊന്നു ചളി ആയിട്ടുണ്ട്, നീ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചിട്ടേക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് ഞാൻ ഷൗട്ട് ചെയ്യില്ല. കാരണം അത് അവൻ്റെയും കൂടെ വീടാണ്. എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എൻ്റെ മക്കളുടെ ലൈഫ് നടക്കേണ്ടതല്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാനൊരു ഗൃഹനാഥ, അപ്പോൾ ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു കമൻസ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. എല്ലാവരോടും പറയും, എല്ലാവരെയും ഡ്യൂട്ടിയാണ്, എല്ലാവരെയും വീടാണ്, എല്ലാവരെയും കംഫർട്ട് സോണാണ്. അപ്പോൾ എല്ലാവർക്കും വലിച്ചിടാനും അവകാശമുണ്ട്, എല്ലാവർക്കും ഒതുക്കി വയ്ക്കാനും അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കാറ്. തീരെ ചെയ്യാൻ അവസരം കിട്ടാത്തത് എൻ്റെ ബഷിക്കാണ്. പാവം ഇവിടുത്തെ ഒരു പണിയും ചെയ്യാൻ കുട്ടിക്ക് ഒരു അവസരം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ അവർ ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്ന എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിലാണ് എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് കേട്ടോ. ഇനി പിന്നെ ഞാൻ 10 മണി, അതായത് 10 മണിക്ക് മക്കൾ പോയി കഴിഞ്ഞാൽ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷൂട്ടിംഗ് ടൈമാണ്. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇല്ലാത്ത സമയങ്ങളിലെന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അതേപോലെ നാളത്തേക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കും. അതായത് അടുത്ത് തന്നെ പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ എഴുതി വയ്ക്കും. പിന്നെ എൻ്റെ വേ ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. എന്നെ സെൽഫായിട്ട് ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത്, വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യും. എൻ്റെ സോഷ്യൽ മീഡിയ അതിൽ എൻ്റെ വാട്സാപ്പ്, യൂട്യൂബ് ഒക്കെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് മാത്രം എൻ്റെ ഫോണിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്ന ഒരു സാധനം, എൻ്റെ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ ഫോണിലാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഞാൻ മിക്കവാറും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മിക്കവാറും നിങ്ങളിടുന്ന വീഡിയോസിന് വിത്തിൻ 1 hour ഞാൻ എങ്ങനെയെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടാവും. കാരണം ഇവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പെരുകി വരുമ്പോൾ എനിക്ക് പോരുക, ഇത്രയും ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട റബ്ബേ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴേക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തരുന്ന ഒരു ചെറിയൊരു റിപ്ലൈ എന്ന് പറയുന്നത് നിങ്ങളിടുന്നൊരു മെസ്സേജിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടൊരു ടൈം ഞാൻ സെപ്പറേറ്റ് എടുക്കാറില്ല. ഞാൻ ചെയ്യുന്ന പണികളുടെ ഇടയിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈയും തന്നു പോകാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം, ഉച്ച എന്ന് പറയുന്നത് നമ്മുടെ ലുഹറിൻ്റെ സമയം, അതിൻ്റെ ഇടയിൽ ഒരു ലുഹാ നിസ്കാരത്തിൻ്റെ സമയം വരാറുണ്ട് മിക്കവാറും.
ലുഹറിന് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, അതേപോലെ എനിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ളത്, അതേപോലെ കുറച്ചും കൂടെ പഠിക്കാനൊക്കെയാണ്. ഈ ഉച്ച കഴിയുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വരിക. ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഇവിടെ സ്ക്രാപ്പ് പിരിച്ചിടലുണ്ടാവും. പിന്നെ ആളെ കൂടെ നമ്മൾ കുറച്ച് സമയത്തേക്ക് നിൽക്കേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോഴേക്കും മക്കൾ വരും. മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും അവരെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടാവും. ഇതിനിടയിൽ കൂടെ എനിക്ക് 1-2 ക്ലാസ് എടുക്കാനുണ്ടാവും. അത് ഞാൻ ടൈം അവിടെ കണ്ടെത്താറാണ് പതിവ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 1/2 hour 1 hour ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഒരുത്തി സ്പേസ് എടുക്കും. പിന്നെ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ കഴിയും കേട്ടോ. ഈ ലുഹറിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയിട്ട് കുളിച്ചിട്ട് വരും. എന്നിട്ടാണ് ലുഹർ നിസ്കരിക്കാൻ നിൽക്കുക. അപ്പോൾ ആ ഒരു വീട്ടിലത്തെ പണികളൊക്കെ രാവിലെ നേരത്തെ കഴിയും, ക്ലീനിങ് ഒഴികെ ബാക്കിയെല്ലാം. പിന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെയാണ് എൻ്റെ ബാത്റൂം കഴുകുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഈ സാധനങ്ങളൊക്കെ പിരിച്ചിട്ട് വൈകുന്നേരത്തത് കൊണ്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്താണ് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കൾ വന്നിട്ട് അവരെ മദ്രസയ്ക്കും പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികളുണ്ടാവും. പിന്നെ വൈകുന്നേരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മെൻറ്റർ ചെയ്യാനുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സെഷൻസ്, ഓൾറെഡി എടുത്ത സെഷൻസ് ആയിരിക്കും മിക്കവാറും എനിക്ക് അയച്ചു കൊടുക്കാനുണ്ടാവും. അപ്പോൾ അത് അയച്ചു കൊടുക്കും. ആൻഡ് എൻ്റെ ടൈമിൽ തന്നെ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും എനിക്ക് ഇന്ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അസറിന് ശേഷം എനിക്കൊരു കുറച്ച് സമയം എൻ്റേതായിട്ട് വേണം. അതായത് പ്രാർത്ഥനകൾക്ക് മറ്റുമായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് സമയം അസറിന് ശേഷം എടുക്കാറുണ്ട്. ആൻഡ് മഗ്‌രിബിൻ്റെ സമയം മുതൽക്ക് ഇഷ വരെ, സാധാരണ എല്ലാവരും ഇഷ മഗ്‌രിബിൻ്റെ ഇടയിലാണ് കൂടുതൽ ഖുറാനോത്തും ബാക്കിയുള്ളതൊക്കെ കുറേ ആൾക്കാരൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലാണ് കൂടുതലും അങ്ങനെ ഇരിക്കാറുള്ളത് കേട്ടോ. പിന്നെ മക്കൾക്ക് മഗ്‌രിബ് ടു ഇഷ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഫാമിലി ടൈമാണ്. കുട്ടികളുടെ കൂടെ കുറേ സമയം ഇരിക്കും, അവരെ പഠിപ്പിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, അവരെ കൂടെ കഥ പറഞ്ഞു കൊടുക്കാനായിട്ടും കളിക്കാനായിട്ടൊക്കെ ഇരിക്കും. ആൻഡ് ഇതിന് ശേഷം ഒരു 8 മണിൻ്റെ ടൈം ആകുമ്പോഴേക്കും എൻ്റെ സൈക്കോളജി ക്ലാസ്സുകളുണ്ടാകും. മിക്കവാറും 8 മണിക്ക് ശേഷമാണ് സൈക്കോളജി ഉണ്ടാവുക. അപ്പോൾ സൈക്കോളജി അതേപോലെ മറ്റേ അക്യുപഞ്ചർ ക്ലാസ്സുകൾ, അപ്പോൾ നമ്മളത് ആ ടൈമിൽ അറ്റൻഡ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 9 മണിക്ക് നമ്മുടെ അന്യസ്വാടെ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മെൻറ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ലൈവ് മെഡിറ്റേഷൻ സെഷൻസൊക്കെ ആ ടൈമിൽ നടക്കും. ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ്, ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജസ്, മറ്റേ യൂട്യൂബിൽ വരുന്ന കോമൻസ്, ഇതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അതായത് കൃത്യ സമയത്താണ് നമ്മൾ റിപ്ലൈ തന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന ഓൾട്രേഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ചില ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടാവും, ചില ദിവസങ്ങളിൽ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ പാടെ എനിക്കൊരു 2 hours മാത്രം. മാക്സിമം ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ എന്തൊക്കെ തപ്പും പഴവും ഉണ്ടെങ്കിലും ഞാൻ അതിന് അങ്ങനെയേ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കുറേ സമയം വരും. ഞാൻ എവിടേക്കാണ് കട്ട് ചെയ്തത്, എവിടേക്കാണ് ആലോചിച്ചതെന്നൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കുറേ സമയം എടുക്കും. സോ ഞാൻ സാരമില്ല, അറിവല്ലേ, നിങ്ങൾ കേട്ടോളും, നിങ്ങളുടെ കണ്ണും ചിമ്മി അങ്ങോട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്കാണ്ട് ഇട്ടുതരും. ഇനിയിപ്പോൾ എന്ത് പൊട്ടത്തരാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ പേരിൽ നിങ്ങൾ കേട്ടോളും എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടുതരും. അതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ള പണി എന്ന് പറയുന്നത്. അപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു 1-2 സെക്കൻഡ് സമയം മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുക്കുന്നത് ഒരു 20 മിനിറ്റ് ആണെങ്കിൽ ആ ഒരു 20 മിനിറ്റ് പിന്നെ ഒരു 1 or 2 മിനിറ്റിനകത്ത് തംബ്നെയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും നോക്കാനില്ല, വീഡിയോ അപ്ലോഡായി, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടുന്നത്. പിന്നെ നമുക്കിത് ഫോളോ അപ്പ് ചെയ്യലും അതേപോലെ ഇൻസ്റ്റ നോക്കലൊക്കെയാണ് കുറേ കൂടെ സമയം നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് കൊളാബ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടെ അത് പഠിക്കാനും അതേപോലെ അതിന് അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ടൈം എടുക്കുക. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ വർക്കിനെ ബാലൻസ് ചെയ്യും. അതായത് ആ ടൈമിൽ ഞാൻ ചിലപ്പോൾ കൗൺസിലിംഗ് വേണ്ടെന്ന് വയ്ക്കും, അല്ലെങ്കിൽ ആ ടൈമിൽ ഞാൻ എടുക്കുന്ന, അതായത് ഞാൻ പറഞ്ഞ 2 ഗ്രൂപ്പിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന് നമ്മൾ അവർക്ക് ഇപ്പോൾ ഞാൻ മിക്കവാറും ആ ഗ്രൂപ്പ് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര പാടുണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കാറാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ ടൈമിനെ കൈനകത്ത് പിടിക്കുന്നത്. പിന്നെ പഠിക്കാനില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം അധികം എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 hour അല്ലെങ്കിൽ ഒരു 2.5 hours ഒക്കെ ഞാൻ അതിന് വേണ്ടി എടുക്കാറുണ്ട്. ആൻഡ് ഈ ഒരു ഇത് കൊടുത്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും ആണ് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയുടെ ഉള്ളിലാണ് എൻ്റെ നാളത്തേക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ വരിക. ഇതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് നടന്നു പോവേ, വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് നടന്നു. ഇതിനിടയിൽ ആരെങ്കിലും ഒരു വിരുന്നുകാർ വരണം, അല്ലെങ്കിൽ എങ്ങോട്ടേക്കെങ്കിലും വിരുന്ന് പോകാനുണ്ടാവണം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാർ, ഇപ്പോൾ ഉമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വായ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. ഇനി അതല്ലെങ്കിൽ എൻ്റെ മോനോ
അല്ലെങ്കിൽ മോൾക്കോ ആർക്കെങ്കിലും ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ പരിപാടിക്ക് പോകണം, പർച്ചേസിങ്ങിന് പോകണം, വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഞാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ കുപ്പിയിൽ പെട്ടിട്ട് തിരിയില്ല, അതേപോലെ കടന്ന് തിരിയും. ചിലപ്പോൾ ഞാൻ നല്ലോണം ഓടി കതച്ച് ചില കാര്യങ്ങൾ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതായത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല, മാസം അവസാനമാകുമ്പോഴേക്കും നല്ലൊരു തുക നമ്മൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായിട്ട് പോകും. ഇനി ഇതൊന്നും വേണ്ട, പീരിയഡ്സിലൊക്കെ ആണെങ്കിൽ 1-2 ദിവസം എന്നെയും കൊണ്ട് ഒന്നിനും കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൈഗ്രെയിനോ കാര്യങ്ങളോ വരികയാണെങ്കിലൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുണ്ടോയെന്നാവും, അല്ലാഹു ആലം. ശരിക്കും ഏകദേശം അങ്ങനെയാണ്. ഞാൻ പറയുക, ഇതുമല്ല നെന്മാറ വേലക്ക് വെടിക്കെട്ടും തീ കൊളുത്തിയ പോലെയാണ്, പടപടപടപടോ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഓടുന്നുണ്ടാവുക. പക്ഷേ അൽഹംദുലില്ലാ ചില സമയങ്ങളിൽ ഞാൻ ആലോചിക്കും, അൽഹംദുലില്ലാ പടച്ചോൻ എനിക്ക് വലിയൊരു ഹൈറ് തന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അവൻ പറയും ഞാൻ ബെസ്റ്റ് വൈഫാണെന്ന്. മാഷാല്ലാ മാഷാല്ലാ അൽഹംദുലില്ലാ. അവൻ എൻ്റെ അടുത്ത് പറയും എന്നെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്, ഞാൻ ബെസ്റ്റ് വൈഫാണെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ എൻ്റെ ഉമ്മ പറയും മാഷാല്ലാ എൻ്റെ മോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്, അൽഹംദുലില്ലാ നീ എൻ്റെ മുത്താണ്, അങ്ങനെ ആ രീതിയിൽ ഉമ്മ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അതേ സെയിം കാര്യം എൻ്റെ മക്കളും പറയും. അപ്പോൾ ഞാനൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അൽഹംദുലില്ലാ എല്ലാവരും എൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, അൽഹംദുലില്ലാ ചുറ്റോടുള്ള മനുഷ്യന്മാർ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പടച്ചോൻ തന്നിട്ടുള്ള വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാ ഉമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കി റിലേറ്റീവ് സിബ്ലിങ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ എത്രയാണോ അവർക്ക് കൊടുക്കുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു എടുക്കുന്ന എഫേർട്ടിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. പടച്ചോൻ നമ്മൾ പറയാറില്ലേ, പടച്ചോനെ ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പവും തരും എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു എളുപ്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാൻ്റെ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാനും വിചാരിക്കാറുണ്ട് പടച്ചോൻ എങ്ങനെയാണ് സമയത്തിൽ ബർക്കത്തിന് റബ്ബിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. പക്ഷെ എന്നാലും എങ്ങനെയാണ് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബിൻ്റെ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ എല്ലാം 1 by 1 ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് പോകേണ്ടതാണ്. പക്ഷേ അൽഹംദുലില്ലാ അങ്ങനെ 10 നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകളില്ലേ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിങ്ങൾ കുറേ ആൾക്കാരില്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനായിട്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ മനസ്സിൽ തട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും പടച്ചോൻ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നത്. എന്തായാലും ഞാൻ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം എനിക്ക് നിർബന്ധമായിട്ട് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് പൈസ എന്തായാലും വേണം, അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആദ്യം പ്രാധാന്യം കൊടുക്കണം. പിന്നെ എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ 2-3 തവണ ചെയ്യേണ്ടുന്ന പണിനെ ഒറ്റ തവണത്തേക്കായിട്ട് ഞാൻ സമയം കുറച്ച് നീട്ടി വയ്ക്കും. കാരണം രാവിലെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഉച്ചയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത്, വൈകുന്നേരത്തൊന്ന് ക്ലീൻ ചെയ്ത്, ആ പരിപാടി ഞാൻ ചെയ്യാറില്ല, എടുത്ത് വയ്ക്കും. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുകയുള്ളൂ. അത് എന്താണെങ്കിലും ഒരു കറി ഉണ്ടാക്കുകയുള്ളൂ. ലഞ്ചിന് വേണ്ടിയിട്ട് ഉപ്പേരി മാത്രമാണ് സെപ്പറേറ്റ് ഉണ്ടാക്കുക. ഒരുപാട് ഡിഷസ് ഒന്നും വെച്ച് വിളമ്പുന്ന പരിപാടി വീട്ടിനകത്ത് ഇല്ലവേ ഇല്ല. പിന്നെ രാവിലെ തന്നെ കിച്ചണിൽ നിന്ന് മാക്സിമം ഞാൻ പുറത്തിറങ്ങും. പിന്നെ വാഷ് ചെയ്യുന്നത് മിക്കവാറും 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരു തവണയാണ് ഞാൻ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീട്ടിലെ ജോലികളിൽ ഞാൻ കുറയ്ക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യം നമ്മുടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന ജോലികൾ, അതായത് വീഡിയോ ഷൂട്ടിംഗ്, ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ, അതിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആദ്യം തന്നെ അതിന് വേണ്ടി സമയം കണ്ടെത്തും. ബാക്കി സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഞാൻ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ടൈം എടുത്ത് പഠിക്കും. പിന്നെ ഇല്ലാത്തൊരു ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ്റ് അയച്ചു തന്നിട്ട് മോളെ ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം ഞാൻ അങ്ങനത്തെ വീഡിയോസ് കയറി കാണുന്നല്ലാണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് ചാനലുകൾ കയറി കാണാറില്ല, അനാവശ്യമായിട്ട് ഒരുപാട് സമയം ടിവിയുടെ ഫ്രണ്ടിൽ ചിലവഴിക്കാറില്ല, അനാവശ്യമായിട്ട് ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞ് കളയാറില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ഡെയിലി വിളിച്ച് സംസാരിക്കാറില്ല. ഒട്ടുമിക്ക ആളുകളോട് ഞാൻ പറയാം എനിക്ക് മെസ്സേജ് ഇട്ടോ ഞാൻ റിപ്ലൈ തരാമെന്ന് തന്നെ. ഞാൻ കൂടുതലും എൻ്റെ കയ്യിൽ ഫോൺ എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുക എന്നല്ലാണ്ട് കോൾ ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കാറില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ടൈമിനെ സേവ് ചെയ്യുന്നത്. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബെസ്റ്റ് കമൻറ്റിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ ഗിവ് അവേയിലേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അള്ളാ. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.